വെൽക്കം ബാക്ക് ടു ഹദിയത്ത് റംദാൻ. അപ്പോൾ എല്ലാവരും വിളിക്കുന്ന നമ്പർ 052961133 ആണ്. ഇസ്ലാമിക് ക്വിസ് ആണ്. ഞങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ച ക്വസ്റ്റ്യൻ ഏതാണ്? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എത്ര തവണയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേര് മുഹമ്മദ് എന്ന് ഖുർആനിൽ വന്നിരിക്കുന്നത്? ഒരു കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. വെൽക്കം ടു ഹദിയത്ത് റംദാൻ. എന്റെ പേര് ടിബിൻ ആണ്. ടിബിൻ നല്ലൊരു പേരാണല്ലോ. എനിക്ക് ടിൻജിൻ ക്യാരക്ടർ ഓർമ്മല്ലോ. ആണല്ലേ? പക്ഷെ ഞാൻ ടിവിയിൽ കാണുമ്പോൾ രണ്ടും രണ്ടായിട്ടാണ് ടിവിയിൽ രണ്ടും രണ്ടായിട്ടോ? എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് ഓക്കെ, എനിക്ക് മനസ്സിലായി. ഓക്കെ, സാരമില്ല. ശരിക്കും പേര് ടിബിൻ തന്നെയാണോ? എന്റെ പേര് ടിബിൻ തോമസ് എന്നാണ്. ടിബിൻ തോമസ്. ഇലക്ഷൻ ഐഡി അങ്ങനെയാണ്. ടിബിൻ തോമസ് ഭയങ്കര സ്മാർട്ട് ആണോ? പൊളിറ്റീഷ്യൻ ആണോ? ഓ അല്ലല്ല, സാധാരണക്കാരനാണ്. ഭയങ്കര വാചകമാണല്ലോ. ഞങ്ങളുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? അപ്പോ കേൾക്കാൻ കഴിയില്ല. ഒറ്റ സെക്കൻഡ്. ഓക്കെ, വേഗം. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാലോ ഞങ്ങൾക്ക്. എവിടുന്നാ വിളിക്കുന്നത് ടിബിൻ? ഞാൻ ഗിസൈസ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്യാണ്. ആരെ കൂടെ ഉള്ളത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? എന്നെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വലിയ ഉറപ്പുണ്ടോ? പിന്നെ സർവശക്തനായ ദൈവമല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം എപ്പോട്ട് കാണുന്ന ആളാണിത്. നല്ല ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം നേരത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. പിന്നെന്ത് വിളിക്കാതിരുന്നേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല, പല പ്രാവശ്യം ട്രൈ ചെയ്യാണ്. ഞങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാൻ പറ്റാറുണ്ടോ? പറ്റൂന്ന് വെച്ചാൽ ഞാനിങ്ങനെ ശ്രമിക്കാം. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ട്, തീർച്ചയായിട്ടും. ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഏത് ട്രാൻസ്ലേഷൻ? എനിക്കറിയില്ല. വായിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഞങ്ങളുടെ ആൻസേഴ്സ് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി ഒന്ന് കുറയ്ക്കേണ്ടി വരും അല്ലേ? സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ കുട്ടനാട്. അറിയുമോ? കുട്ടനാട് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. കുട്ടനാട്. ഹലോ, ആലപ്പുഴ ഡിസ്ട്രിക്ട്. യെസ്, കേട്ടിട്ടുണ്ട്. കുട്ടനാടിന്റെ ഒക്കെ ഡിഷസ് കിട്ടാനുണ്ടല്ലോ റെസ്റ്റോറൻറ്റ്സില്. ഇത്താക്ക ഡിഷസ് എല്ലാം അറിയാം. കുട്ടനാട് അറിയപ്പെടുന്നത് തന്നെ ഹോളണ്ട് ഓഫ് കേരളയാണ്. ഇത്ത കുട്ടനാട് ഡിഷസിന്റെ ഫാനാണ്. ആണോ? ആ, ഓക്കെ ഓക്കെ, ഒരു ദിവസം കുട്ടനാട്ടിലോട്ട് രണ്ടുപേരും വരും. ഓക്കെ, വരാം. ഞങ്ങളിൽ ആരാ ഇഷ്ടം ടിബിന്റെ കൂടുതല്? അത് തന്നെയാണ്. അത് ഞാൻ ചോദിച്ചുകൊണ്ടാണോ? അല്ലല്ല, അത് സത്യമായിട്ടും കൂടുതൽ സ്മാർട്ട് എന്റെ അഭിപ്രായത്തിൽ ഹസ്ബിനാണ്. അല്ല, അതുകൊണ്ട് തന്നെ സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ, അതുകൊണ്ട് അതെനിക്ക് തോന്നി. അപ്പൊ ഞാനാ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇല്ലല്ലേ, ചോദിക്കാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞങ്ങൾ മുസ്ലിങ്ങൾ എത്ര നേരമാണ് നിസ്കരിക്കുന്ന ഒരു ദിവസം? ആരുടെ അടുത്തുണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. മുസ്ലിംസ് എത്ര നേരമാണ്? ദൈവം ഉള്ളൂ എന്നാ പറഞ്ഞേ. 5 വട്ടം കറക്റ്റ് ആൻസർ. റൈറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്കോ 3 എണ്ണം ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഗിഫ്റ്റ് തരൂ. ഓരോന്നിനില്ല, 3 ആൻസർ ചെയ്താൽ ഗിഫ്റ്റ് തരൂ. ഗിഫ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വരെ ക്ലാപ്പ് കിട്ടിയില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതിന്? വെൽക്കം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഖുറാനിന്റെ മണവാട്ടി എന്ന് അറിയപ്പെടുന്ന സൂറത്ത് അറിയോ? അറിയില്ലെങ്കിൽ മണവാട്ടി എന്നറിയപ്പെടുന്നത് ഖുറാൻ വായിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ? അപ്പൊ ക്ലൂ തരാം ഞാൻ. ടിബിൻ എന്താ? സൂറത്ത് റഹ്മാൻ കറക്റ്റ് ആൻസർ ആണ്. റൈറ്റ് ആണ്. ആ സൂറത്തില് എപ്പോഴും ഒരു ആയ റിപ്പീറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഹലോ, ആ സൂറത്തില് ഒരു ആയ എപ്പോഴും റിപ്പീറ്റ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ഫുൾ ട്രാൻസ്ലേഷൻ ബൈ ഹാർട്ട് ആണോ ഖുറാന്റെ? ഇല്ല, വായിച്ചിട്ടുള്ളൂ. എന്റെ ഒരു സ്നേഹിതനാണ് ഖുറാൻ തന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനിയിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പറഞ്ഞൊരു സമ്മാനമുണ്ട്. ഞങ്ങക്ക് ഒരുപാട് വിന്നേഴ്സ് ഉണ്ട്, അത് നാളെ ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ. അല്ല, അപ്പൊ എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ തരൂ. ബാക്കിയുള്ളവരെല്ലാം ശരിയാ, ഞങ്ങൾ നോക്കാം. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഞങ്ങളുടെ ലാസ്റ്റ് പ്രോഫറ്റ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഇനി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാതെ വീണ്ടും ട്രൈ ചെയ്യാലോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. എന്തായിരുന്നു കഴിച്ചത് ഡിന്നറിന്? കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നോമ്പ് പിടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഫാസ്റ്റിംഗ് ഇരുന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും വെള്ളം പോലും കുടിക്കാതിരുന്നിട്ടില്ല. ഇരുന്നിട്ടില്ല. അപ്പൊ വെള്ളം കുടിക്കാറുണ്ടല്ലേ? അപ്പൊ ഒന്നും ഞങ്ങളെ പോലെ നോമ്പ് പിടിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ എടുത്തിട്ടില്ല. ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. അത് അവിടെ വിളിച്ചു പറ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്. ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സിസ്റ്റർ പഠിക്കുവാണ് മെഡിസിന്, 4th ഇയർ. ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ ആക്സസ് ക്ലിനിക്കില്, ആസ്റ്റർ ഗ്രൂപ്പിന്റെ. യെസ്, കറക്റ്റ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഡോക്ടർ മൂപ്പൻ ഗ്രൂപ്പിന്റെ ധാരാളം ക്ലിനിക്കുകളുണ്ടല്ലോ. യെസ്, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ബദുബൈയില്. അവിടെ പോവാൻ ചാൻസ് വരാണ്ടിരിക്കട്ടെ, ആരോഗ്യവാനായിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ലൈൻ ടോപ്പ് ആയി തോന്നുന്നു. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ടിബിൻ തോമസ് ആയിരുന്നു, ഗിസൈസിൽ നിന്ന്. ഇന്ന് നമുക്ക് ഒരാൾ ഒഴിച്ച് ബാക്കി ഫുൾ 3 ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞ ആൾക്കാരാണ്. യെസ്, ഒന്ന് ടിബിൻ, ഒന്ന് സുബൈദ, സബീഹ ആൻഡ് മാറൂഫ് ക. അപ്പൊ വിന്നർ ആവുന്ന ആരാന്ന് ഞങ്ങൾ നാളെയാണ് ഡിക്ലെയർ ചെയ്യുക. ഗിഫ്റ്റ് നാളെ ആയിരിക്കും പ്രഖ്യാപിക്കുക. നെക്സ്റ്റ് കോളർ ഉണ്ടെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആദിയത് റംദാൻ. ഷാഹുൽ, അബുദാബിയിൽ നിന്ന്. യെസ്, ഓർമ്മയുണ്ട്. പ്രദോസക്കിലെ അടുത്ത്. ആരെ കൊണ്ടുവരാൻ? ഫസൽ മുണ്ടൻസിനെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ആയിട്ടില്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് വിശേഷം ഒരു വർഷത്തില്? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്തോ? ഹലോ ഷാഹിദ്, ചോദിക്കാൻ ആരാണ് സഹായിക്കാൻ അടുത്തുള്ളേ? ഷാഹുൽക്ക് ആരടുത്തുള്ളത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഷാഹുൽക്ക് കേൾക്കുന്നില്ലേ? കുട്ടി മാത്രമേ ഉള്ളൂ അല്ലേ? എല്ലാരും കൂടിയാണ് പിക്ക് ചെയ്യാൻ പോയിരിക്കണ ഫസൽ ഖാന്. ഷാഹുൽക്ക് ഒരാള് മതിയല്ലോ 10 ആളുടെ ബുദ്ധിക്ക്. എളിമയാണല്ലേ? ഞങ്ങള് സഹായിക്കും, വിഷമിക്കണ്ട. തറാവീഹ് നിസ്കാരം കഴിഞ്ഞോ? ആണോ? ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല അല്ലെ? അവിടെ എത്ര റക്കാത്ത് നിസ്കരിക്കാറ് പള്ളിയിൽ? 8 റക്കാത്താണോ തറാവീഹ്? 8 റക്കാത്ത് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഷാഹുൽക്ക? ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അൽ റഹീം. ടഫ് ഉള്ളത് ചോദിക്കണമെന്നോ? ശരി, അപ്പൊ ഞാൻ അവരില്ലാത്തോണ്ട് ചോദിച്ചത്ര അതുകൊണ്ടല്ലേ? ശരിയാ, ഷാഹുൽക്ക, ഞാൻ നേരത്തെ ചോദിച്ച കോളറോടുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യട്ടെ? പുതിയ ചോദ്യം ചോദിക്കാം. ശരി, ക്വസ്റ്റ്യൻ ഇതാണ്. ഈ അള്ളാഹുയുടെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ റഹീം. ഈ അൽ റഹീമിന്റെ അർത്ഥം എന്താണ്? യെസ്, റഹീമില്ലേ, അർ-റഹ്മാനുർ റഹീം, നമ്മുടെ ഫാത്തിഹയിൽ തന്നെ വരുന്നേ. ആ റഹീമിന്റെ അർത്ഥം എന്താ? ഫാത്തിഹയുടെ അർത്ഥം എല്ലാവർക്കും ബൈഹാർട്ട് അല്ലേ?
ഞാൻ ഓപ്ഷൻസ് കേട്ടുന്നാ പിന്നെ കേട്ടെ. ഷാവുൽക്ക ഇന്ന് ക്ലൂ ഞാൻ ക്ലൂ ഓപ്ഷൻസ് ഞാൻ തരാം. ഓപ്ഷൻസ് കേട്ടോ. എന്താ സർവശക്തൻ തെറ്റായി, ആൻസർ തെറ്റിപ്പോയി. ആൻസർ തെറ്റിച്ചല്ലോ. ശക്തനല്ലല്ലോ റഹീം എന്ന് പറയുന്നേ. ഫാത്തിഹയുടെ അർത്ഥം ഒന്ന് ഓതിയാ മതി, മനസ്സിലായി. അപ്പൊ കിട്ടിയനായിരുന്നു അർത്ഥം. ഷാഹുൽക്ക എടുത്ത് തരി ഉത്തരം അങ്ങ് പറഞ്ഞു കളഞ്ഞേ. ഞങ്ങൾ ഓപ്ഷൻ ആലോചിക്കായിരുന്നില്ലേ? ഇങ്ങനെ വേണം ഷാഹുൽക്കാട് സ്പിരിറ്റ്. അവരോട് പറയുന്നു വിളിച്ച കാര്യം. എനിക്ക് ഷാഹുൽക്കാട് സ്പിരിറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ വേണം എല്ലാ കോളേഴ്സും. അതെ, വിളിക്കണം. പറയുകയും ചെയ്യൂട്ടോ. ഇൻഷാ അല്ലാ. നല്ല എനർജി കേട്ടോ, മാഷാ അല്ലാ. ഞങ്ങളുടെ അന്വേഷണം അവരോട് പറയണം. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആള് ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയും ഭയങ്കര എനർജറ്റിക്കുവാ, മാഷാ. ആള് ചിരിച്ചിരിച്ചാണ് പോകാൻ പറ്റില്ല. ആളെ കേൾക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ അന്വേഷണം പറയണം. അതെ, അവരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ തോന്നുന്നു ചിരി കേട്ടിട്ട്. നുണ പറയുന്നിടയ്ക്ക് തോന്നുന്നു. ആ ശരി, മോണയല്ല. എയർപോർട്ടിൽ പോയി അടുത്ത പ്രാവശ്യം വിളിച്ച് 3 പറയൂലോ. നെക്സ്റ്റ് കോളർ ഉണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഹലോ ഹലോ, വെൽക്കം ടു ഹദിയത്ത് റംദാൻ. സംസാരിക്കുന്നത് അബുദാബിയിൽ നിന്നാണ്. ഫൈസൽക്ക, എന്താ വിശേഷം? ഞങ്ങള് സലാം പറഞ്ഞിട്ട് തിരിച്ചു പറയൂ. ഹലോ, ഞങ്ങള് സലാം പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞില്ലല്ലോ. വാലേക്കും സലാം. കേട്ടിട്ടില്ല. കേട്ടില്ല അല്ലേ? എനിക്ക് തോന്നി. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. അറിയാം, ലാസ്റ്റ് ഇയർ വിളിച്ചില്ലായിരുന്നോ ഫൈസൽക്ക? ഇല്ല, ലാസ്റ്റ് തവണ കണ്ടില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യത്തെ കോളറാണ്. ഫൈസൽമാരുടെ ഫുൾ പേര് പറയും. ഇവിടെ കുറെ ഫൈസൽമാരെ വിളിക്കുന്നുണ്ട്, അതാണ് ഇത്ര കൺഫ്യൂഷൻ ആയത്. ഫൈസല് ചിത്താരിയാണ്. ചിറ്റാരി. ഇവിടെ അബുദാബി അല്ലേ? ഞങ്ങള് ലാസ്റ്റ് ഇയർ 2-3 ഫൈസൽസ് വിളിക്കുമായിരുന്നു അബുദാബിന്ന്. അപ്പൊ ആ ഫൈസലാന്ന് ഞാൻ വിചാരിച്ചത്. എന്താ കഴിച്ചത് പറഞ്ഞിട്ട്? ഫ്രൂട്ട്സ് പറഞ്ഞോ? പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ദോശ കഴിച്ചു. അപ്പൊ ഉറങ്ങാനുള്ള സമയമായോ? ഇല്ല, നാളെ ഓട്ടല്ലേ. നാളെ ഓഫാ. എങ്ങനെ സഹായിക്കാൻ ആരടുത്തുള്ള? സഹായിക്കാൻ റൂംമേറ്റ്സ് ഉണ്ട്. റൂംമേറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നേരത്തെ ഇത്ത കോളറോട് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? എങ്ങനെ? കേട്ടിരുന്നു. അപ്പൊ ഉത്തരം പറഞ്ഞോ? കരുണാനിധി. കരുണാനിധി കറക്റ്റ് ആൻസർ ആണ്. വെൽക്കം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ നോമ്പ്? ഉഷാറ. ക്ഷീണൊന്നും ഇല്ലായിരുന്നു അല്ലേ? നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ ഈ നോമ്പില്. 15 മണിക്കൂർ നോമ്പാണല്ലോ. അതാണ്. എന്താണ് അവരുടെ പേര്? ഷാഫി. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. മക്കളുടെ അസൂയയെ കുറിച്ച് ഒരു പ്രവാചകൻ ഭയപ്പെട്ടു. ആരാണ് ആ പ്രവാചകൻ? എന്തോ? യൂസുഫ് നബിയോ? തെറ്റിപ്പോയി ആൻസർ. ഫൈസൽക്ക തെറ്റ് ആൻസർ പറഞ്ഞു പോയി. പറഞ്ഞത് ധൃതി പിടിച്ചല്ലേ? സാരമില്ല കേട്ടോ, ഒരു അറ്റംപ്റ്റ് ഞങ്ങൾ തന്നോളൂ. അതന്നെ ഞങ്ങൾ ചാൻസസ് അങ്ങനെ കൊടുക്കാറില്ല. നെക്സ്റ്റ് ടൈം വീണ്ടും വിളിക്കട്ടോ. ഭയങ്കരമായിട്ട് കിതയ്ക്കുവാണല്ലോ. സാരമില്ല, ഇനി വിളിക്കുന്നു. ആദ്യമായിട്ട് വിളിച്ചതല്ലേ, ഇനി വീണ്ടും വിളിക്കണം. ഞങ്ങള് അടുത്ത പ്രാവശ്യം സമ്പൂർണ്ണമായിട്ട് ക്വസ്റ്റ്യൻ കേൾക്കട്ടോ. ഞങ്ങള് ദുആയിൽ ഉൾപ്പെടുത്തുക. ഷഫീഖാനോട് അന്വേഷണം പറയണേ. ഷാഫി. നമ്മളിപ്പോ വിളിച്ചത് ഫൈസലായിരുന്നു അബുദാബിയിൽ നിന്ന്. അറിയായിരുന്നു, പക്ഷേ ധൃതി പിടിച്ച്. മുത്ത് ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞേ. വിശുദ്ധ ഖുർആനിൽ
മക്കളുടെ അസൂയയെ കുറിച്ച് ഒരു പ്രവാചകൻ ഭയപ്പെട്ടിരുന്നു. ഏതാണ് ആ പ്രവാചകൻ? പക്ഷെ ഉത്തരം പറഞ്ഞു. അത് ആള് ധൃതി പിടിച്ച ക്വസ്റ്റ്യൻ കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കാത്തവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തത്. ഉത്തരവും പറഞ്ഞു യാക്കൂബ് നബി. എല്ലാവർക്കും അറിയുന്ന കാര്യം ഇക്കാക്കും അറിയായിരുന്നു, പക്ഷെ തെറ്റിപ്പോയി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതായത് യൂസഫ് നബീനെ ബ്രദേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് കിണറിലേക്ക് തള്ളിയിട്ടത്. അപ്പൊ ഇതിനെ പറ്റി പേടിയുണ്ടായിരുന്നു യാക്കൂബ് നബിക്ക്. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഹാരിയത് റംദാൻ. ആരാണ്? ഷാജിർ. ഷാഹിർ. എവിടുന്ന് വിളിക്കുന്നു? ദുബായ് കരാമ. ഇത് ലാസ്റ്റ് ഇയർ ഒക്കെ വിളിക്കുന്ന ഷാഹിർ ബഷീർക്കാണോ? ഇത് പറഞ്ഞ പോലെ ഷാഹിർ ബഷീർന്ന്. എന്താണ് ഷാഹിർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നിർത്തിയത്? ഞങ്ങളെ ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണ്. എന്തൊക്കെയാണ് വിശേഷം? ആയിട്ട് നോമ്പ് എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്ന നോമ്പ് തുറക്കാൻ? അരിപ്പത്രി അല്ലേ? ആരാണ് അടുത്തുള്ളപ്പോ സഹായിക്കാനൊക്കെ ആയിട്ട്? എന്താ അവരുടെ പേര്? ഹാജുദ്ദീനും ഹാഷിമും. എല്ലാരും ഇപ്പൊ കരാമിലുണ്ടോ? അപ്പൊ എന്താണ് അവർക്ക് എന്താണ് പരിപാടി? എല്ലാരും ഒത്തുകൂടി നാളെ ഫ്രൈഡേ നാളെ ഫ്രൈഡേ കൊണ്ടാണ് എല്ലാരും ഒത്തുകൂടിയത്. തൗഫ് ഓതാറുണ്ടോ വെള്ളിയാഴ്ച? അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാട്ടോ ഷാഹിർ ഖാൻ. ഞങ്ങൾ ലാസ്റ്റ് കോളറോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര തവണയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മുഹമ്മദ് എന്ന നാമം ഖുറാനിൽ വന്നിട്ടുള്ളത്? ഒരു തെറ്റും ആൻസർ പറഞ്ഞു. ഞാൻ ഓപ്ഷൻസ് കൊടുത്തത് 4, 8, 10 ആയിരുന്നു. 10 ഒരാൾ തെറ്റ് ആൻസർ പറഞ്ഞു. അപ്പൊ ഇനി 2 ഓപ്ഷൻസ് ഉള്ളൂ, 4 അല്ലെങ്കിൽ 8. ഇതിലൊന്ന് 4 റൈറ്റ് ആൻസർ. തെറ്റിക്കാറില്ലല്ലോ. അതെ, അവരാരും സൗണ്ട് കേൾക്കാനില്ലല്ലോ, ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടു അവരല്ല ആൻസർ പറഞ്ഞു തന്നെ. ഓക്കെ, പോയി തുടങ്ങിയോ? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരിൽപ്പെട്ട ഒരാൾക്ക് ഒരു മുൻ പ്രവാചകന്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ആ പേരെന്താണ്? ക്വസ്റ്റ്യൻ കുറച്ചെങ്ങനെയാണെങ്കിൽ ആൻസർ വളരെ ഈസിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രന്മാരിൽപ്പെട്ട ഒരാൾക്ക് ഒരു മുൻ പ്രവാചകന്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ആ പേരെന്താണ്? ഈ എപ്പിസോഡ് തുടക്കം തൊട്ട് കണ്ടോ? ഈ എപ്പിസോഡ് ഇന്നത്തെ ഈ എപ്പിസോഡ് തുടക്കം തൊട്ട് കണ്ടായിരുന്നോ? നമ്മുടെ കാവയുടെ പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ക്യൂവിന്റെ നേരത്തെ കോളർ ഞാൻ കൊടുത്തത്. മനസ്സിലായില്ലേ? കാബ പണിയാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് കേൾക്കുമ്പോ തന്നെ പറയണം. അത് ടെൻഷനിലാണോ? ഔദുബില്ലേ ചൊല്ലിക്ക്, അപ്പൊ തന്നെ കിട്ടും ആൻസറാ? അതെ, റൈറ്റ് ആൻസർ ആണല്ലോ. വലിയ ക്ലൂ ആയിരുന്നില്ല. എന്റെ ഇത്ര ആലോചിക്കാൻ ശരിയാണല്ലോ. ഷാഹിർക്ക് മാത്രം ചിരിക്കുന്നേ കേൾക്കുന്നുള്ളൂ, അടുത്തുള്ള കസിൻസിന്റെ ഒന്നും സൗണ്ട് ഇല്ല. എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷാഹിർക്ക. ക്വസ്റ്റ്യൻ ഇതാണ്, സൂറത്തുൽ അസ്ർ ഇല്ലേ? സൂറത്തുൽ അസ്ർ അനുസരിച്ച് തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാകുന്നു. അതിൽ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട് മനുഷ്യർ നഷ്ടത്തിലാവുന്നു. പക്ഷെ ഇവർ ഒഴികെ ആരൊക്കെയാണ് ഇവർ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് തരാം അതിന്. ഓപ്ഷൻസ്: 1 വിശ്വാസികള്, 2 നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവര്, 3 സത്യം പിന്തുടരുന്ന ആൾക്കാര്, 4 എല്ലാവരും. ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് സൂറത്തുൽ അസ്റിലെ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട്. 4 ഓപ്ഷൻസ് ക്ലിയർ ആയി കേട്ടില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ആണോ ക്ലിയർ ആവാത്തെ? സൂറത്തുൽ അസ്റിലെ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട്
മനുഷ്യർ തീർച്ചയായും നഷ്ടത്തിലാകുന്നു ഇവരാരാണ് ഈ ഒഴിച്ച ആൾക്കാർ ആരൊക്കെയാണ്? എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആരെയാണ് ഈ പറഞ്ഞ ഓപ്ഷനില്? വിശ്വാസികളാണോ, അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ, അത് സത്യം പിന്തുടരുന്ന ആൾക്കാരാണോ, അത് ഈ മോളിൽ പറഞ്ഞ എല്ലാവരും ആണോ? ഈ 3 പേരുമാണോ? ഫ്രണ്ട്സിനോട് ആ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് സഹായിക്കുന്നില്ലേ? മോളിൽ പറഞ്ഞ എല്ലാരും, അതായത് റൈറ്റ് ആൻസർ. ഇത് എങ്ങനെയാ ആലോചിച്ച് പറഞ്ഞാണോ അതോ ഓൾ ഓഫ് ദ എബവ് തൊട്ട് പതിക്കുന്നതല്ലേ? നല്ല ആൾക്ക് അറിവിനൊപ്പം നല്ല ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി. മാഷാഅല്ലാഹ്. അപ്പൊ 3 റൈറ്റ് ആക്കിട്ടോ ഷാഹിർ ഖാൻ. പക്ഷെ അതിലും രസം 5 പേരുണ്ട് 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകിയിരിക്കണേ. അപ്പൊ നാളെ വരെ ഷാഹിർ ഖാൻ കാണട്ടോ. ഷാഹിർ വീണ്ടും വിളിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. വീണ്ടും വിളിക്കണേ. ഇൻഷാ അല്ലാഹ്. ഞങ്ങള് സലാം എല്ലാവരോടും പറയണം. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് ഷാഹിർ ബഷീർക്ക് ആയിരുന്നു. അപ്പൊ വളരെ ചുരുക്കം പേര് വിളിച്ചത് എല്ലാവരും ഫുൾ ആൻസേഴ്സും പറഞ്ഞു. ചുരുക്കം പറയാൻ പറ്റാത്ത ആൾക്കാർ മിക്കവാറും ടെൻഷൻ അടിച്ചിട്ട് പറയാതിരുന്നത്. പറയാത്ത ആൾക്കാർക്ക് ഉത്തരം അറിയാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ വിന്നേഴ്സ് നാളെ വരെ കാത്തിരിക്കുക. നാളെ ഞങ്ങൾ വിന്നേഴ്സിനെയും കൂടാതെ ഗിഫ്റ്റ് എന്താണെന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഇന്ന് 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകിയവരുടെ പേര് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഒന്ന് സബീഹയാണ്, രണ്ടാമത് മഹറൂഫക്ക, പിന്നെ സുബൈദാത്ത, പിന്നെ ടിബിൻ തോമസ്, യെസ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ആൻസർ പറയാത്ത 2 പേരുണ്ട്. ഒന്ന് ഷാഹുൽ മുണ്ടൻസിക്ക, പിന്നെ ഫൈസൽ, പിന്നെ സുൽഫിക്കർ. സങ്കടപ്പെടണ്ട, വിളിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും നാളെ കാണാം. ഞങ്ങളുടെ ടൈം ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് കാണുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഇന്നത്തേക്ക് ഗുഡ് ബൈ പറയുന്നു. അസ്സലാമു അലൈക്കും.